നമസ്കാരം. സമ്പത്തിൻ്റെ സുവിശേഷം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പണം എന്നതിനെ ബൈബിൾ എങ്ങനെ നോക്കിക്കാണുന്നു? സമ്പത്ത് ഒരു ക്രിസ്ത്യാനിക്ക് അനുഗ്രഹമാണോ അതോ ആത്മീയ ജീവിതത്തിന് വെല്ലുവിളിയാണോ? പണവും ബൈബിളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംവാദിക്കാനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയും സാമ്പത്തിക വിദഗ്ധയും പരിശീലകയുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ കൊച്ചുറാണി ജോസഫാണ്. നമസ്കാരം മാം. ഞാൻ ചോദിച്ച പോലെ ഈ പണത്തെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി പണത്തെ എങ്ങനെ നോക്കിക്കാണണം? വളരെ നല്ല ചോദ്യം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. കാരണം പണത്തെക്കുറിച്ച് വളരെ മൂല്യബോധത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. പണത്തെ എങ്ങനെ സമീപിക്കണമെന്നും പണം എങ്ങനെ സൃഷ്ടിക്കണമെന്നും പണം എങ്ങനെ വിനിയോഗിക്കണമെന്നും പണം എങ്ങനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണമെന്നും തുടങ്ങിയ വിവിധങ്ങളായ നല്ല 4 മേഖലകൾ. ആദ്യത്തെ മേഖല സമീപനം, ഞാൻ പറഞ്ഞത് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കാഴ്ചപ്പാട്, അല്ലേ, പണത്തോടുള്ള മനോഭാവം എന്തായിരിക്കണമെന്ന്. ഈ മേഖലയിലൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പണം വർജിക്കേണ്ട തിന്മയാണെന്നും പണമുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്നും അതിനുദാഹരണമായിട്ട് ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് പണത്തെ ഇങ്ങനെ മാറ്റി നിർത്തുകയും സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി കഴിയുന്ന അനേകം മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ഇവിടെ പണത്തോടുള്ള വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സമീപനമാണ് നമുക്ക് വേണ്ടത്. ആ സമീപനത്തിലെ ആദ്യത്തെ തലം പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ദ സോഴ്സ് ഓഫ് മണി സപ്ലൈ എന്ന് പറയും. ഈ ഇക്കണോമിക്സ് പഠിപ്പിക്കുന്ന ഞാൻ സോഴ്സ് ഓഫ് മണി സപ്ലൈ പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് അടിച്ചിറക്കണ കാര്യമൊക്കെ ആയിരിക്കും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ അതിനോട് അപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പണത്തിൻ്റെ ഉറവിടം എവിടെയാണ് നിൽക്കുന്നത്, ഇതെന്നെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട ബൈബിൾ ഭാഗമാണ് നിയമാവർത്തന പുസ്തകം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നല്ല എക്കണോമിക്സ് പറഞ്ഞു തരുന്നത്. ബൈബിൾ പറഞ്ഞു തരുന്നത് നല്ലൊരു എക്കണോമിക്സാണ്, സാമ്പത്തിക ശാസ്ത്രമാണ്. അവിടെ ദൈവം മനുഷ്യനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങളെ ഞാൻ എങ്ങനെയാണ് സംരക്ഷിച്ചത്, നിങ്ങളെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുവന്നത്. വളരെ മനോഹരമാണ്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം എടുത്തൊന്ന് വായിക്കാമെന്ന് വരെ എനിക്ക് തോന്നുകയാണ്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ, അല്ലേ. ഞാനിന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അതിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും സകലത്തിലും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ സ്വർണവും വെള്ളിയും പെരുകുന്നതിന് കുഴപ്പമില്ല, നല്ല വീട് പണിത് താമസിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, ഇവിടെ എത്തിച്ച ദൈവത്തെ മറക്കരുത്. തീർച്ചയായും എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ സമ്പത്തിന്റെ വളർച്ച ആത്മീയതയെ ബാധിക്കുമോ എന്നുള്ളത്. അതിന് കൃത്യമായൊരു മറുപടിയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ 17 മുതൽ 18 വാക്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. 17-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തന്നെന്ന് നീ ഹൃദയത്തിൽ പോലും പറയരുത്. എന്താ അതിൻ്റെ ഇന്നർ മീനിങ്? ചിലരൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ, ഇതെങ്ങനെ ചിലവാക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്, അല്ലേ. അപ്പം സമ്പത്ത് ഉണ്ടാക്കുന്നതിലല്ല തെറ്റ്, സമ്പത്തിൻ്റെ ക്രെഡിറ്റ് ദൈവത്തിന് കൊടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതായത് അതാ പറയുന്നത്, എൻ്റെ കഴിവും എൻ്റെ ഭുജങ്ങളുടെ ബലവുമാണ് ഇതെല്ലാം ഉണ്ടാക്കി തന്നതെന്ന് നീ അഹങ്കരിക്കരുത്. ഈ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരത്തിൻ്റെ വെല്ലുവിളിയാണ്. അപ്പം തന്നെ ഈ മദ്യപാനികളൊക്കെയാണല്ലോ സ്ഥിരം പറയുന്നത്, ഈ കാശെങ്ങനെ ചിലവാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചില മനുഷ്യർ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ, ഞാൻ സ്വയം ഉണ്ടായി വന്നാണ്. ഇത് കേട്ടാൽ തോന്നി ഈ വ്യക്തി ജനിച്ചപ്പോൾ തുടങ്ങി സെൽഫ് മെയ്ഡാണ്, അല്ലേ. 10 മാസം ഒരു വയറ്റിലായിരുന്നു, ഒരു 10 വയസ്സ് വരെ ആശ്രിതനായിരുന്നു. കുളിപ്പിക്കാൻ ആൾ വേണം, ഉടുപ്പിക്കാൻ ആൾ വേണം, പനി വന്നാൽ മരുന്ന് മേടിക്കാൻ ആൾ വേണം, ഈ മരുന്ന് കൊടുക്കാൻ ആൾ വേണം, സ്കൂളിൽ കൊണ്ടുപോകാൻ ആൾ വേണം, കൊണ്ടുവരാൻ ആൾ. ഇതെല്ലാം മറന്നിട്ട് ഒരു 15 വയസ്സ് കഴിയുമ്പോൾ പറയേ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അമ്മയുടെ വാട് നോക്ക്. അതുവരെയുള്ളെല്ലാം മറന്ന്. എന്നിട്ട് 20 വയസ്സ് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ഇച്ചിരി കാശുണ്ടാക്കി കഴിയുമ്പോൾ പറയണത് ഞാനൊരു സെൽഫ് മെയ്ഡ് മാനാണ്.
ഇതുവരെ 20 വയസ്സ് വരെ വളർന്ന എല്ലാം മറന്നു. ഇതാണ് പറയുന്നത്, എൻ്റെ കഴിവും എൻ്റെ ഭുജബലമാണെന്ന് ഹൃദയത്തിൽ പോലും ചിന്തിക്കരുത്. അപ്പോൾ പണത്തോടുള്ള ബൈബിളിൽ നമുക്ക് തരുന്ന മനോഭാവം, അതല്ലാതെ ചോദ്യം. പണത്തോടുള്ള മനോഭാവം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല, ബട്ട് ഉറവിടത്തെ ക്രെഡിറ്റ് മറക്കാതിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ കർത്താവ് പോഷ എന്ന് വിളിക്കുന്നുണ്ട്. യു ഫൂൾ. വളരെ എക്കണോമിക് പ്ലാനുള്ളൊരു മനുഷ്യനാണ്. അതായത് ഇയാൾ നല്ല കർഷകനാണ്. ഇയാൾ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ അറപ്പുരകളെല്ലാം പൊളിച്ചു പണിയും, ഞാൻ എൻ്റെ ധാന്യമെല്ലാം അതിൽ നിക്ഷേപിക്കും, ഞാൻ എന്നിട്ട് എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ കർത്താവ് മനുഷ്യനോട് പറഞ്ഞു, പോഷ, ഹു ഈസ് എ ഫൂൾ ബിഫോർ ഗാഡ്, വൺ ഹു പ്ലാൻസ് ഫോർ ഹിംസെൽഫ്. അപ്പോൾ ദൈവത്തോടൊപ്പം പ്ലാൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് സമ്പത്തിൻ്റെ പ്രധാനപ്പെട്ട, ബൈബിൾ നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. മറ്റൊരു വശം ഞാൻ പറയുകയാണെങ്കിൽ, ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടേ, ദാരിദ്ര്യമാണ് ദൈവം അനുവദിച്ച ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ ഇങ്ങനെ കഷ്ടപ്പാടിലൂടെ കടത്തിക്കൊണ്ടു. ചിലപ്പോൾ ദൈവം ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിലൂടെ ഒരാളെ കൊണ്ടുവന്നേക്കാം. പക്ഷെ അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കൂടി, ഇപ്പം ഞാൻ റോഡിൻ്റെ നടുക്കൂടി നടന്നേച്ചും വണ്ടി എനിക്കിട്ട് വന്ന് ഇടിച്ചേച്ചും ദൈവഹിതമായിരുന്നു എന്ന് പറയുന്ന മൗഢ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ സമ്പത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. ദൈവം തന്ന ബുദ്ധി, ആരോഗ്യം, കഴിവ് ഇതൊന്നും ഉപയോഗിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാതെ. അപ്പം ചിലർ പറയും കർത്താവ് പണത്തെ വെറുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പണക്കാരൊന്നും കർത്താവിൻ്റെ കൂടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നു, ദരിദ്രനോടൊക്കെ ഈശോ പറഞ്ഞ സമ്പത്തെല്ലാം വിറ്റ് കളയാനല്ലേ പറഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ സമ്പത്തുള്ളവരൊന്നും ഇഷ്ടമില്ലെന്ന്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്ന, അരിമത്യക്കാരൻ ജോസഫിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആരാന്ന് മനസ്സിലായല്ലോ അല്ലേ? ഈശോയുടെ ശരീരം കല്ലറയിൽ അടക്കാൻ വേണ്ടി പീലാത്തോസിനോട് യാചിച്ച മനുഷ്യൻ. ഈ മനുഷ്യനെക്കുറിച്ച് മത്തായി സുവിശേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്നറിയാമോ? അയാൾ യേശുവിൻ്റെ ശിഷ്യനും ധനികനുമായിരുന്നു. അപ്പം ധനികരായ അനേകം ശിഷ്യർ ഈശോയുടെ കൂടെ ഉണ്ടല്ലോ. എന്നിട്ട് ധനികനായതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ചോദിക്കുന്നത്, പീലാത്തോസിനോട് ചോദിക്കുന്നു, ഈശോയുടെ ശരീരം മറവിയാൽ. അയാൾക്ക് സ്വന്തമായിട്ട് കല്ലറയുണ്ടായിരുന്നു, ധനികനാണല്ലോ. പീലാത്തോസ് ധനികനായതുകൊണ്ട് സമ്മതിച്ചും കൊടുത്തു. ഒന്ന് ഓർത്തു നോക്കണം, ധനികനായ അരമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ നിന്നാണ് ഈശോ ഉത്ഥാനം ചെയ്തത്. അപ്പോൾ പണക്കാരെ ഈശോയ്ക്ക് വേണ്ടെന്നൊന്നും ഇല്ലല്ലോ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ധാരാളം പല രീതിയിൽ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് യേശുവിനെ ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ച അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സമ്പത്തുള്ളതല്ല പ്രശ്നം, സമ്പത്തിനോടുള്ള മനോഭാവമാണ്. അവർ സമ്പത്ത് എന്തിനാണ് ഉപയോഗിച്ചത്? യേശുവിനെ ശുശ്രൂഷിക്കാൻ. അതുകൊണ്ടാണ് മഗ്ദലന മറിയം വില കൂടിയ സുഗന്ധദ്രവ്യം കൊണ്ട് ഒഴിച്ചപ്പോൾ ആർക്കാണ് പിറുപിറുപ്പുണ്ടായത്? യൂദാസിന്. യൂദാസിനാണ് പിറുപിറുപ്പുണ്ടായത്. അയ്യോ, ഇത്രയും വിലയുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കാൻ മേലെന്ന് പറയുന്ന അനേകരെ നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്നുണ്ട്. പള്ളിക്ക് ഇത്രയും കാശ് വേണം, അല്ലേ? ഇത്രയും. അതായത് യൂദാസിൻ്റെ കണ്ണ് എവിടെയായിരുന്നു? പണത്തിലായിരുന്നു. മഗ്ദലന മറിയത്തിൻ്റെ കണ്ണ് എവിടെയായിരുന്നു? ഈശോയിലായിരുന്നു. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കുന്നതിലല്ല, സമ്പത്ത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ്. അതെ, സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കടത്തിനെ കുറിച്ച് എന്താണ് ബൈബിളിൽ പ്രതിപാദിക്കുന്നത്? ഈ കടം എന്ന് പറയുന്നത് വരുന്നത് പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടുള്ള കടമാണെങ്കിൽ, ഇപ്പം ലൂക്കായുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ ഗോപുരം പണിയുന്നവനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നവൻ തനിക്ക് അതിനുള്ള വകയുണ്ടോ എന്ന് ആദ്യം തന്നെ ആലോചിക്കണം. അല്ലാണ്ട് ഗോപുരം പണിത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ പുച്ഛിക്കാൻ തുടങ്ങുന്നത്, ഇയാൾ പണി തുടങ്ങി, ഞാൻ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്ത, ബൈബിൾ കൃത്യമായിട്ട് എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് വിവേകത്തോടു കൂടിയുള്ളൊരു സമീപനം. അതിന് സഭ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, നമ്മുടെ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ നമ്മൾ റേരും നൊവാരും തുടങ്ങി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പോപ്പ് ലിയോ 14 ഏറ്റവും ലേറ്റസ്റ്റായിട്ട് AI-യെക്കുറിച്ച് ഇറങ്ങിയിരിക്കുന്ന ഫസ്റ്റ് ചാക്രിക ലേഖനം മാഗ്നിഫിക്ക കമ്മ്യൂണിക്കാത്തസ്, ആ ലേഖനം ഉൾപ്പെടെ നമ്മളിങ്ങനെ വായിച്ചു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അത് പോസ്റ്റ് വത്തിക്കാൻ II ഡോക്യുമെൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധനം CCC ആകാം, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ആകാം, അല്ലെങ്കിൽ ധാരാളം പ്രബോധനങ്ങൾ. ഇപ്പം സത്യത്തിൽ സ്നേഹം, കാരിത്താസ് ഇൻ വെരിത്താത്തെ, ബെനഡിക്ട് ബെനഹർമാർ പാപ്പയുടെയാണ്. ഈ സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങളെല്ലാം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നൊരു വാക്ക് സ്റ്റുവേർഡ്ഷിപ്പാണ്.
പണത്തെക്കുറിച്ച് വേണ്ടത് സ്റ്റുവേർഡ്ഷിപ്പാണ്. സ്റ്റുവേർഡ്ഷിപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തെ നമുക്ക് കാര്യസ്ഥത എന്ന് വിളിക്കാം. അതായത് എന്താ, കാര്യസ്ഥതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിവേകത്തോടുകൂടി, അല്ലേ? അപ്പോൾ പണം ഉണ്ടാകുന്നതിലല്ല, പണത്തെ കൈകാര്യം ചെയ്യുന്ന രീതി, സ്റ്റുവേർഡ്ഷിപ്പ്. പണം എങ്ങനെ മനുഷ്യർക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാം വിത്ത് എൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്, അല്ലേ? ഈ ലേറ്റസ്റ്റ് ചാക്രികലനത്തിലെല്ലാം അങ്ങനെയാണ്. AI എങ്ങനെ എത്തിക്കലി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആരെ നശിപ്പിക്കാനോ നോളജ് കൊണ്ട് വെല്ലുവിളിക്കാനോ അല്ല, മറിച്ച് ഇതെങ്ങനെ മനോഹരമായിട്ട് നമ്മളെല്ലാം AI ഉപയോഗിക്കുന്നവരാണ്, സൃഷ്ടിപരമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പം ആ രീതിയിൽ പണത്തെയും നമ്മൾ സൃഷ്ടിപരമായിട്ട് കാണണം. സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യത്തിലും സമ്പത്ത് സൃഷ്ടിക്കുന്ന കാര്യത്തിലും. അതായത് സമ്പത്ത് ഇങ്ങനെ പിടിച്ചു പറിച്ചോ ന്യായമായ രീതിയിലാണ് സമ്പത്ത് ഉണ്ടാക്കേണ്ടത്, അല്ലേ? എനിക്ക് പലപ്പോഴും തമാശ തോന്നിയിട്ടുണ്ട്. ബൈബിളിൽ കർത്താവ് ഓരോരുത്തരെ വിളിക്കുന്ന പലയിടത്തും പണി ചെയ്യണ സ്പോട്ടിൽ നിന്നാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മോശയോ അബ്രാഹത്തെയോ ദാവീദിനെയൊക്കെ എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ പണിസ്ഥലം, അതായത് അവർ ആടുകളെ മേയ്ക്കുന്നവർ, അവിടെ നിന്ന് കർത്താവ് വിളിച്ചുകൊണ്ട് പോകുന്നത്. പണിയെടുക്കുന്നവനെയാണ് കർത്താവിന് ആവശ്യം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെയും അന്ത്രയോസിനെയും കർത്താവ് വിളിച്ചുകൊണ്ട് പോകണം. ഏത് സ്പോട്ടിൽ നിന്നോ? കടൽ തീരത്തുനിന്ന്. അവർ അന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് അവർ മീൻ കഴുകുന്നു, വള്ളം കഴുകുന്നു, വൃത്തിയാക്കുന്നു. അവിടെ നിന്ന് കർത്താവ് പരിപാടി ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മത്തായിനെ കർത്താവ് വിളിച്ചുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്തായി ടാക്സ് കളക്ഷൻ ടേബിളിലാണ്. ഈ ചോസൺ സീരീസിൽ അത് കാണാൻ ഭയങ്കര രസമാണ്. ചോസൺ വെബ് സീരീസിൽ മത്തായി ഇങ്ങനെ ടാക്സ് പിരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് കർത്താവ് യു ഫോളോ മീ എന്ന് പറഞ്ഞപ്പം മത്തായി ആ ടാക്സ് പിരിച്ച സാധനമൊക്കെ അവിടെ കിടപ്പുണ്ട്. പുള്ളി അതെല്ലാം മറന്നുപോയി. ഒക്കെ ഇറങ്ങി ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച ഭയങ്കര രസം കാണാം. അതായത് ഹീ ഈസ് നോട്ട് അറ്റാച്ച്ഡ്. കാരണം ടാക്സ് പിരിക്കുന്ന ആൾ പോലും അതിനോട് അറ്റാച്ച്ഡ് അല്ല എന്നുള്ളതാണ്. മനോഹരമായിട്ടാണ് ആ സീരീസ് അവതരിപ്പിക്കുന്നത് ചോസൺ. കർത്താവ് ഇങ്ങനെ സാവൂളിനെ പോലും ഞാൻ ഡ്യൂട്ടിക്ക് പണിയെടുക്കാൻ വിളിക്കുന്നത്. പണിയെടുക്കുന്നവനെയാണ് കർത്താവ് കുറച്ചുകൂടി ശ്രേഷ്ഠമായ പണി നൽകുന്നത്. പണിയെടുക്കാത്തവനെ ദൈവത്തിന് ആവശ്യമില്ല. അപ്പോൾ കാശ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? പണിയെടുത്തുണ്ടാക്കേണ്ടത്. ഈ ടാക്സിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് കർത്താവ് യേശുവിനെ കൊടുക്കാനായിട്ട് അവര് ഒരു സീസറിന്റെ ടാക്സിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്. വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യേശു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും വളരെ ബുദ്ധിപൂർവമായിരുന്നു. നമുക്ക് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനോടും. അപ്പോൾ ഈ നമ്മുടെ ഈ ദശാംശം മാറ്റിവെക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഈശോയെ കൊടുക്കാൻ ചോദിച്ച ചോദ്യത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ നാണയത്തിൽ ആരാ ഉള്ളത്? സീസർ. സീസറിനുള്ളത് സീസർ, അല്ലേ? ദാറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും പണത്തെ നമ്മൾ വിതരണം ചെയ്യുമ്പോഴും കൃത്യമായി ന്യായമായി വിവേകത്തോടെ ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ ചോദിച്ച ചോദ്യം ദശാംശം വരുന്നത്. എന്തിന് ഞാൻ ദശാംശം കൊടുക്കുന്നു, അല്ലേ? പഴയ നിയമത്തിൽ നിന്നാണ് ഈ ദശാംശം എന്നുള്ള ആശയം ഇങ്ങോട്ട് വന്നിട്ട് പലപ്പോഴും പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ 50% എത്തിച്ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താണ് ദശാംശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഔദാര്യമാണ് മണി. മണി ഈസ് ദ ജനറോസിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഔദാര്യമാണ്. അതായത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഒരാൾ ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു. ജോലി ചെയ്യാൻ കാരണം അയാൾക്ക് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട്. വിദ്യാഭ്യാസം കിട്ടാൻ കാരണം അയാളെ സ്കൂളിൽ ചേർക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. 1ാം ക്ലാസ്സിൽ ചേർക്കാൻ ആളുണ്ടായതുകൊണ്ട്. മാത്രമല്ല പഠിക്കാൻ സഹായകരമായിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം ഇക്കണോമിക്സിന് ഫുൾ A+ കിട്ടിയ, അതായത് 200 ഔട്ട് ഓഫ് 200 ഫുള്ള് മേടിച്ച കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ചീഫ് ഗസ്റ്റായിട്ട് പോയി. അപ്പോൾ ഞാൻ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? 2 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, 2 നിങ്ങളുടെ മെമ്മറി പവർ. ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, ബുദ്ധിപരമായ കഴിവുള്ളതുകൊണ്ട് പഠിച്ചു, ഓർമ്മശക്തി ഉള്ളതുകൊണ്ട് പരീക്ഷ എഴുതി. ഇത് 2 ഏത് മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചു. ആരും മിണ്ടുന്നില്ല. ഒരു 60ഓളം കുട്ടികൾ അവരുടെ മാതാപിതാക്കളുള്ളൊരു സദസ്സാണ്. ഇത് 2 എവിടെ നിന്നാണ് മേടിച്ചത്? ഇത് 2 ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനത്തെ പതുക്കെ നിങ്ങൾ വളർത്തിയെടുത്ത്. 1ാം ക്ലാസ്സിലുണ്ടായിരുന്ന ബുദ്ധിശക്തി ഓർമ്മശക്തിയല്ല 2ലെത്തിയപ്പോൾ 3ലെത്തിയപ്പോൾ നിങ്ങൾ വളർത്തിയെടുത്തു. അത് നിങ്ങളുടെ ശ്രമമുണ്ട്. പക്ഷേ ബേസിക്കലി ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ പഠിച്ച് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഓർത്തോളണം, ഈ ഗിഫ്റ്റിന്മേലാണ് ഞാൻ ഈ പണിതത്. ഈ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എന്നുള്ള ദൈവത്തിൻ്റെ ദാനത്തിന്മേലാണ് പണിത് ഞാൻ റാങ്ക് മേടിച്ചതും ഡെന്നിയുടെ കേസിലാണ് MBA പാസ്സായതും എല്ലാം അല്ലേ? അവിടെ ചെന്ന് എത്തിച്ചത്. അപ്പോൾ ഞാൻ വലിയ MBA കാരനാണെന്നല്ല പറയണത്, ദൈവം ബുദ്ധിശക്തി ഓർമ്മശക്തി തന്നുകൊണ്ട് ഞാൻ MBA വരെ എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ ഇതുമൂലം നമുക്ക് ദൈവം തരുന്ന പണത്തെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും താലന്തുകൾ കൊണ്ടോ
സൃഷ്ടിച്ചെടുത്ത പണത്തിൻ്റെ ഒരു വീതം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ ഇങ്ങനെ കാശും ചോദിച്ചിരിക്കുന്നതല്ല, അത് പങ്കുവെക്കേണ്ട ആൾക്കാരെ ദൈവം നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. അത് പള്ളിക്കാകാം, സഭയ്ക്കാകാം, മറ്റ് വ്യക്തികൾക്കാകാം, ഒരു സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാകാം, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയാകാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും എടുത്ത് നോക്കുക, സ്കൂളാകട്ടെ, കോളേജാകട്ടെ, പള്ളിയാകട്ടെ, പണ്ട് കാലത്ത് മനുഷ്യൻ പിടിയേരി കൊടുത്തുണ്ടാക്കിയതാണ്. പണ്ട് കാലത്ത് അമ്മമാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞായറാഴ്ചകളിൽ ഒരുപടി അരിയായിട്ട് പോവുള്ളൂ. ദശാംശത്തിൻ്റെ മറ്റൊരു രൂപമാണ് അവർക്കുള്ളതിൻ്റെ സമ്പത്തിൻ്റെ ഒരു വീതം കൊണ്ടുവന്ന്. നമ്മളിന്ന് നോക്കുമ്പോഴത്തേക്കും ചിലർ പറയില്ലേ, കണ്ണായ സ്ഥലമൊക്കെ സഭയുടെയാന്ന് പറയും. അതൊന്നും കണ്ണായ സ്ഥലമായിരുന്നില്ല, സഭ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു? ഒത്തിരി പേരുടെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. ഒരു വൈദികൻ്റെ ദീർഘവീക്ഷണം, അനേകരുടെ സഹകരണം, അനേകം അൽമായരവരുടെ ആയുസ്സും ആരോഗ്യവും പണവും അതിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെയാണ് നമ്മൾ നോക്കുന്ന ഈ സ്കൂളോ കോളേജോ വലിയ വലിയ പള്ളികൾ, ഇതെല്ലാം ദശാംശത്തിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരുടെ സഹകരണത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം പറഞ്ഞ സീസർക്കുള്ള സീസറിനും അതല്ല നമ്മുടെ ചോദ്യം, ദൈവത്തിനുള്ള ദൈവത്തിനും. അപ്പോൾ ദൈവം ഉദാരമായി എനിക്ക് തന്നതുകൊണ്ട് ഞാനതിൻ്റെ ഒരു വീതം ദൈവിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കും. ഓക്കെ. ഒരിക്കലൊരു ധനവാൻ യേശുവിനോട് പറയായിരുന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് വേണം? യേശു പറയും, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയാം. പുള്ളി വളരെ സങ്കടത്തോടു കൂടിയാണ് പോയത്, കാരണം പുള്ളിക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്, അതായത് സമ്പത്ത് സൃഷ്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ ദൈവത്തിനെ അന്വേഷിക്കാനായിട്ട് പോകുന്നതും ഇത് രണ്ടും തമ്മിലുള്ള സന്തുലനാവസ്ഥ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സന്തുലിതമായിട്ട് കൊണ്ടുപോകാം. ലോകത്തിലെ വലിയ ധനാഢ്യന്മാരെല്ലാം ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ്. ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, ഇപ്പോൾ പരാമർശിച്ച ഇൻസിഡൻറ്റിലുണ്ടല്ലോ, ആ വ്യക്തി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യം ബ്യൂട്ടിഫുള്ളാണ്. ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലായാലേ ഈ ഉത്തരത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത്, നല്ലവനായ ഗുരു, ഞാൻ 3 സുവിശേഷങ്ങളൂടി ചേർത്ത് വായിക്കുകയാണ്, സമാന്തര സുവിശേഷങ്ങൾ. അതായത് മത്തായി, മർക്കോസ്, ലൂക്ക, 3 സുവിശേഷങ്ങളും കൂടി എല്ലായിടത്തും ഉണ്ട് ഈ ഭാഗം. 3ഉം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ ചോദ്യം ഇങ്ങനെയാണ്. ഞങ്ങളെ ടീച്ചർമാർ പറയേ, ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഉത്തരം ശരിയാക്കിയാന്ന് പറയും. ആ ചോദ്യം ഇങ്ങനെയാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാനെന്ത് നന്മയാണ് ചെയ്യേണ്ടത്? എന്ത് നന്മയാണെന്ന് മർക്കോസ് സുവിശേഷങ്ങളിലാണുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നിത്യജീവനായിരുന്നു. നിത്യജീവൻ കിട്ടണമെങ്കിൽ നന്മ ചെയ്യണമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ആ വ്യക്തി ചെയ്യേണ്ട നന്മയെക്കുറിച്ച് ഈശോ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അയാൾ പറഞ്ഞ, ഞാൻ പ്രമാണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് ധനികനായ യുവാവെന്നും ചിലയിടത്ത് ധനികൻ എന്നൊക്കെയാണ് പരാമർശങ്ങൾ. അപ്പം ഒരു യുവാവ് ഓടിക്കേറി ചെന്ന് ചോദിച്ചു എന്നും പരാമർശമുണ്ട്. ഓടിക്കേറി, ഇന്നത്തെ യുവാക്കൾ ഓടിക്കേറി ചെന്ന് ചോദിക്കുന്ന റൺസ് എത്രയായിരുന്നോ അല്ലെങ്കിൽ ഗോളടിച്ചോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി നോക്കണേ, ചെന്ന് ചോദിച്ച ചോദ്യം നിത്യജീവനെക്കുറിച്ചുള്ള ചോദ്യമാണ്. നിത്യജീവനെക്കുറിച്ചുള്ള ചോദ്യം മനോഹരമായി, ബൈബിളിലെ മനോഹരമായ ചോദ്യമാണത്. നിത്യജീവൻ ആ വ്യക്തിക്ക് കിട്ടണമെങ്കിൽ ആ വ്യക്തിയുടെ ചില ആസക്തികളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാനുണ്ട്. പ്രധാനപ്പെട്ട ആസക്തി ധനമായിരുന്നു. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് നിത്യജീവൻ കിട്ടണമെങ്കിൽ ഇനി ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകണം. അവന് കണക്കറ്റ സ്വത്തുണ്ടായിരുന്നു. ആ ഭാഗം ഇങ്ങനെ അവസാനിക്കുന്നത്, യേശു അവനെ വ്യസനത്തോടെ നോക്കി, അവൻ ദുഃഖത്തോടെ കടന്നുപോയി. നോക്കണേ, അതാ അവസാനിക്കുന്ന രീതി നോക്കിയേ. ദാറ്റ് മീൻസ് പണത്തോട് ഒട്ടിച്ചേർന്ന ഒരു മനുഷ്യൻ്റെ പതനമാണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ അർത്ഥം പണം ഉണ്ടാക്കണ്ടെന്നോ പണം സ്വരൂപിക്കേണ്ടെന്നോ പണം കൊടുക്കേണ്ടെന്നോ ഒന്നുമല്ല. പണത്തോട് ഒട്ടിച്ചേരാതെയുള്ള ജീവിതശൈലി. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവുണ്ട്. നിനക്കൊരു കുറവുണ്ടെന്ന് അതിനകത്ത് പറയുന്നത്. നിനക്കൊരു കുറവുണ്ട്. എന്താണ് കുറവ്? നിത്യജീവൻ അവകാശമാക്കാൻ നിനക്കുള്ള കുറവ്, യു ആർ സോ മച്ച് അറ്റാച്ച്ഡ് ടു ദ പൊസഷൻസ്, ദ മണി, ദ റിച്ച്നെസ് ദാറ്റ് യു ഹാവ്. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് അതൊരു വ്യക്തിപരമായ കറക്ഷനാണ്. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം പണമാകണമെന്നില്ല, വേറെ മറ്റു പലതുമായിരിക്കും നിത്യജീവനിൽ നിന്ന് അവരെ തടയുന്നത്, അല്ലേ? നിനക്കൊരു കുറവുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്കുള്ള കുറവുകളെ കണ്ടുപിടിക്കണം. ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഇവനെ സംബന്ധിച്ചോളം പണമാണ്. വേറൊരാൾക്ക് പ്രശസ്തിയാകാം, വേറൊരാൾക്ക് അഹങ്കാരമാകാം, അല്ലേ? വേറൊരാൾക്ക് തെറ്റായ ബന്ധങ്ങളാകാം. നിനക്കൊരു കുറവുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കേണ്ടത്. ഓക്കെ. സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴാണ് ഒരു വിശ്വാസി കൂടുതൽ വിശ്വാസിയായി മാറുന്നത്, ആത്മീയതയിലേക്ക് കൂടുതൽ തിരിയുന്നത്. ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ശരിക്കും നമ്മൾ അതിൽ ഒഴിവാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു, അതോ
വീണ്ടും ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് എടുക്കണം? ആത്മീയത എന്നതൊരു നിലപാടാണ്. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭരമേൽപ്പിക്കപ്പെട്ടവയോട് ഞാൻ കാണിക്കുന്ന വിശ്വസ്തതയുടെ പേരും കൂടിയാണ് ആത്മീയത. എൻ്റെ തൊഴിലിടങ്ങളോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ കുടുംബത്തോട് ഞാൻ കാണിക്കുന്ന വിശ്വസ്തതയുടെ പേരും കൂടിയാണ് ആത്മീയത. ഈ ആത്മീയതയിലേക്ക് എത്താൻ ഭക്തി എന്നെ സഹായിക്കുന്നു. അതുകൊണ്ട് എല്ലാ ഭക്തരും ആത്മീയരല്ല, ആത്മീയർ ഭക്തരാകാം. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമ്പത്ത് നമ്മളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ സമ്പത്തില്ലാതെ വരുമ്പോൾ ഉടനെ വലിയ പ്രാർത്ഥനയ്ക്ക് ഓടിക്കൂടുന്നത് ആത്മീയതയല്ല. സമ്പത്ത് ആർജിക്കാനുള്ള തൊഴിലെടുക്കാണ്ട് എല്ലാം ദൈവം തന്നോളും പറഞ്ഞ് പണിയെടുക്കാത്ത മനുഷ്യരെ കണ്ടിട്ടില്ലേ? എല്ലാം ദൈവം നോക്കിക്കോളും. അപ്പോൾ പണം ഇല്ലാതാകുമ്പോഴല്ല ദൈവത്തോട് നമ്മൾ സമീപിക്കേണ്ടത്, പണം ഉള്ളപ്പോഴും ദൈവത്തോട് സമീപിക്കണം. എല്ലാ അവസരത്തിലും ചോദ്യത്തിൽ അങ്ങനെയാണല്ലോ. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴല്ല ആത്മീയത, സാമ്പത്തികം ഉള്ളപ്പോഴും ആത്മീയത വേണം. മനസ്സിലായോ? ഭക്തിയും ആത്മീയത ഏതൊരു സമയത്തും നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡും അതിൻ്റെ ഡിഫറൻസും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. തീർച്ചയായും സമ്പത്തിനെക്കുറിച്ചും പണത്തെക്കുറിച്ചും ബൈബിൾ നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് വളരെ വ്യക്തമായും കൃത്യമായും നമ്മളോട് പറഞ്ഞു തന്നതിന് ടീച്ചർക്ക് ഒത്തിരി നന്ദി. സമ്പത്തിൻ്റെ സുവിശേഷം എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ബൈബിളും പണവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും താഴെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. സമ്പത്തിൻ്റെ സുവിശേഷം എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.